സംബന്ധിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള സിനിമാ കരിയർ ഏതാണ്ട് 45 വർഷത്തോളമായി. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു 10 വർഷത്തെ കരിയർ 1986 മുതൽ 1995 വരെയുള്ള 10 വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നേടിയ നേട്ടങ്ങൾ അത് പുരസ്കാരം മാത്രമല്ല, ബോക്സ് ഓഫീസിലും മലയാളത്തിൽ മറ്റൊരു നടനും നേടിയിട്ടില്ല എന്ന് അടിവരയിട്ട് പറയാൻ കഴിയും. ആ 10 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം 3 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടി, ഒരു സ്പെഷ്യൽ ജൂറി അവാർഡും നേടി. കൂടാതെ അദ്ദേഹത്തിന്റെ 2 സിനിമകൾ മികച്ച സിനിമകളായി തിരഞ്ഞെടുക്കപ്പെട്ടു, അതായത് അദ്ദേഹം നിർമ്മിച്ച സിനിമകൾ. ഇങ്ങനെ 6 സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹം ആ കാലയളവിൽ നേടി. 4 അഭിനയത്തിനും 2 മികച്ച സിനിമകളുടെ നിർമ്മാതാവായി. കഴിഞ്ഞില്ല, ആ ഒരു കാലയളവിൽ തന്നെയാണ് അദ്ദേഹം അഭിനയത്തിനുള്ള 2 ദേശീയ അവാർഡുകൾ നേടിയത്. 1989 കിരീടത്തിലെ പ്രകടനത്തിന് സ്പെഷ്യൽ ജൂറി മെൻഷനും 1991 ഭരതത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡും. തീർന്നില്ല, ബോക്സ് ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു 10 വർഷ കാലയളവിൽ അദ്ദേഹം ഒരുപാട് ഹിറ്റുകൾ നൽകി. അതൊന്നും പരിഗണിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ റെക്കോർഡ് ബ്രേക്കേഴ്സ് നമ്മൾ നോക്കിയാൽ, ഇൻഡസ്ട്രി ഹിറ്റുകൾ നോക്കിയാൽ അത് 4 ഉണ്ട്. 1987 20-ാം നൂറ്റാണ്ട്, 88 റിലീസായ ചിത്രം, ഒരു വർഷം നിറഞ്ഞ് തിയേറ്ററിൽ കളിച്ച സിനിമ, 91 പുറത്തിറങ്ങിയ കിലുക്കം, 93 പുറത്തിറങ്ങിയ മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് മണിച്ചിത്രത്താഴ്, തിയേറ്ററിൽ ഒരു വർഷം പിന്നിട്ട മറ്റൊരു ചിത്രമാണ് മണിച്ചിത്രത്താഴ്. ബോക്സ് ഓഫീസിലും അതുപോലെ പുരസ്കാര വേദികളിലും ലാലേട്ടൻ നിറഞ്ഞു നിന്ന 10 വർഷം. മോഹൻലാലിന്റെ പ്രൈം പീരീഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ മറ്റൊരു നടനും തുലനം ചെയ്യാൻ കഴിയാത്ത അത്രയ്ക്കും ഗംഭീരമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു പീരീഡിൽ തന്നെയാണ് അദ്ദേഹം ഇത്രയും ഗംഭീരമായ ബോക്സ് ഓഫീസ് വിജയങ്ങളും നൽകിയത് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം.